മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ സമരം വരും അങ്ങനെയൊക്കെ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങള് വരുന്നത്. അല്ലല്ല ചോദ്യങ്ങൾ. അതെ അതെ. അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻ ചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു. അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല, ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ്, ഒരു പടക്കം തോളിട്ടുകൊണ്ട് വരുന്നത്. മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാൻ അപ്പൊ കേറൂ. നിങ്ങളോ? ഞങ്ങള് മീഡിയ ടീം. നിങ്ങൾ എത്ര പടം ഓടി? ചേട്ടാ 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 ഈ പരിപാടി ഞാൻ ഈ പരിപാടി കുറച്ചു നേരം കാണുന്ന ചേട്ടനിപ്പോ നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞാലും എനിക്ക് പറഞ്ഞ എന്റെ കൊള്ളാമത്ത ഒരു പടം നിങ്ങൾ കാരണം നീ കാരണം പഠിച്ചു നല്ലൊരു തിരക്കഥോളം പടം ഓടിയിട്ടുണ്ട്. നല്ലൊരു തിരക്കഥോളം പടം ഓടിയിട്ടുണ്ട്. നീ തോറ്റു പോയില്ല. ചേട്ടാ കപ്പൽ മുതലാളി ഇപ്പൊ 21 ഗ്രാംസ് പറഞ്ഞു. അല്ലല്ല, കപ്പൽ മുതലാളി ഞാൻ പറയട്ടെ. നിങ്ങളെ വിഷയത്തിൽ ഞങ്ങളെ ചോദ്യം ഫിനിഷ് ചെയ്തോട്ടെ. ചോദ്യം ഫിനിഷ് ചെയ്തോട്ടെ. അതായത് കപ്പൽ മുതലാളി താരതമ്യേന നല്ല പടമാണ്. നിനക്ക് ഇഷ്ടമാണ്, നിന്റെ ഇഷ്ടം. ഇഷ്ടമില്ല പടം. പക്ഷെ 21 ഗ്രാംസ് താരതമ്യേന നല്ല പടം. ബോക്സ് ഓഫീസ് ഹിറ്റ് ആണെന്നല്ല പറയുന്നത്. കപ്പൽ ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല. ഒന്ന് പറയട്ടെ, ഞങ്ങളുടെ പോയിന്റ് ഒന്ന് കേക്ക്. എന്റെ പോയിന്റ് കാരണം ഇപ്പൊ തന്നെ ഞാൻ പറയാം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥയുള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല. പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ വരാത്ത പടങ്ങൾ ഒരുപാട് ജയിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ എന്റെ ഒരു അഭിപ്രായം, മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ പറയാണ്, ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കില്ലാണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ്. അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും. അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടെന്ന് പറയുന്നത്? ഞങ്ങൾക്ക് ഒരു സിനിമാക്കാരനാവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ്. ഇപ്പൊ കപ്പൽ മുതലാളി കഴിഞ്ഞ എത്ര നായക വേഷം രമേഷ് പിഷാരടി കിട്ടി? കപ്പൽ മുതലാളി കഴിഞ്ഞു, എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാരടി ചേട്ടന്? സൈഡ് റോളിലോട്ട് പോയില്ലേ? പക്ഷെ ചേട്ടന് എത്ര വളം പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട്. നിനക്ക് ഇതിന്റെ പെറിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത്? പറയാൻ പറ്റില്ല. ഇത്രയും നീ പറഞ്ഞില്ല, അതുകൂടെ പറ. ഒരു പ്രൊഡ്യൂസർ ഇരിക്കുന്നു, പറയാൻ പറ്റില്ല. അല്ല പറ, നീ പറഞ്ഞോ. അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നുണ്ട്. ഞാനല്ല വിളിപ്പിക്കുന്നത്. എനിക്ക് ഇതൊന്നും അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം? ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ടോ? അപ്പൊ എന്റെ പടം ഏതാ നഷ്ടമായിട്ടുള്ള? എല്ലാരും വിളിപ്പിച്ചില്ലേ? പൈസ എല്ലാം വന്നില്ലേ?